ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീറ്റ് എക്സാമിന്റെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ വഴി വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ വിവിധ ക്യാമ്പസുകളിലേക്ക് വെല്ലൂര്, ചെന്നൈ, ഭോപ്പാല്, VIT AP ഇവിടെ എല്ലാം ബിടെക് പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ഈ പർട്ടിക്കുലർ അവരുടെ എൻട്രൻസ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും അപേക്ഷാ നടപടികൾക്കും കരിയർ ഗൈഡൻസിനും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ഇതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. BT 2026 നിങ്ങൾ അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട യോഗ്യതാ മാനദണ്ഡങ്ങളാണ് ഈ താഴെ പറയുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, അതായത് നിലവിലെ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ എഴുതുന്നവരോ അല്ലെങ്കിൽ അംഗീകൃത ബോർഡിൽ നിന്ന് നിങ്ങൾ +2 ജയിച്ച കുട്ടികളും ആയിരിക്കണം. മാർക്ക് എന്ന് പറയുന്ന യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓർ ബയോളജി എന്നീ വിഷയങ്ങളിൽ മൊത്തത്തിൽ കുറഞ്ഞത് നിങ്ങൾക്കൊരു 60% ഓഫ് മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം. സംവരണ വിഭാഗക്കാർക്ക്, അതായത് SC ST കാറ്റഗറിയിലുള്ളവർക്ക്, അതുപോലെ ജമ്മു കാശ്മീർ, അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും 50% മാർക്ക് മതിയായിരിക്കും. ഇതിനുള്ള ഏജ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് 2024 ജൂലൈ 1 അതിനുശേഷമോ ജനിച്ചവർക്ക് മാത്രമേ 2026 ബിടെക് പ്രവേശനത്തിന് അപേക്ഷിക്കാനായിട്ട് യോഗ്യതയുള്ളൂ. ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റിലെ ജനനതീതി ആയിരിക്കും അവർ ആധികാരികമായിട്ട് കണക്കാക്കുക ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ NRI ആണെങ്കിൽ നോൺ റെസിഡന്റ് ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ PIO കാർഡ് ഉടമകൾക്കും, അതുപോലെ വിദേശ പൗരന്മാർ ആണെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ പറ്റും. നമുക്ക് PIO കാർഡ് ഉണ്ടായാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ അപേക്ഷ നടപടിക്രമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അപേക്ഷകൾ ഓൺലൈൻ വഴി തന്നെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. നമ്മൾ ഡയറക്ട്ലി VITയുടെ സൈറ്റിനകത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങളുടെ നെയിം, ജനനതീയതി, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇവയെല്ലാം പ്രാഥമിക ഡീറ്റെയിൽസുകൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാവും. രജിസ്റ്റർ ചെയ്ത് ഇമെയിലിലോട്ട് നിങ്ങളുടെ ID ലോഗിൻ ആൻഡ് പാസ്വേഡ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അവിടെ വെച്ചിട്ട് പിന്നെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ലഭിച്ച ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷ ഫോം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും വിദ്യാഭ്യാസ യോഗ്യതകളും നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിർദ്ദേശിച്ചിട്ടുള്ള അളവിലും ഫോർമാറ്റിലുമുള്ള നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ, +2 എക്സാമിനേഷൻ ഹാൾ ടിക്കറ്റ്, ആധാർ കാർഡ് തുടങ്ങിയ എല്ലാ രേഖകളും നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന്റെ ഫീസ് അടയ്ക്കണമെങ്കിൽ 1350 ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ട പേയ്മെന്റ്. ഓൺലൈൻ പേയ്മെന്റ് ആയി നെറ്റ് ബാങ്കിങ്ങും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ വഴി നിങ്ങൾക്ക് ഇതിന്റെ പേയ്മെന്റ് നടത്താം. എല്ലാ വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫോം അന്തിമമായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. തുടർന്ന് ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കും. ഇനി ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. ഈ 2026 പരീക്ഷാ രീതി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പരീക്ഷാ രീതി CBT മോഡ് എക്സാമുകളായിരിക്കും. അതുപോലെ ഇതിന്റെ എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറും 30 മിനിറ്റുമാണ് എക്സാം വരിക. ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 125 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. MCQ ടൈപ്പ് ആണ് ഇതിനകത്ത് വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഈ പരീക്ഷയ്ക്ക് ഇല്ല. ഇതിനകത്ത് മെയിൻലി ചോദിക്കുന്ന ടോപ്പിക്സുകൾ ഏതിലൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വരാമെന്ന് നോക്കാം. ഫിസിക്സിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് 35 ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ കെമിസ്ട്രി 35, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജിയിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതുപോലെ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരുന്നത്. അതുപോലെ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരിക. അങ്ങനെ മൊത്തം 125 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിന് നിങ്ങൾ ചോദിക്കാം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അപേക്ഷകർക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും ബിടെക്കിന് സാധാരണയായിട്ട് മാത്തമാറ്റിക്സ് നിർബന്ധമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ആവശ്യമായ രേഖകൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും നിങ്ങൾക്ക് ഈ ഒരു ഇൻസൈറ്റ് 360യുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. PTന്റെ 2026 പ്രധാന എക്സാം ഡേറ്റ്സുകൾ നമുക്കൊന്ന് നോക്കാം. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നത് October 24 മുതലാണ്.
അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് March 31, 2026 വരെയും നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ഇതിനുള്ള പരീക്ഷാ തീയതികൾ എന്ന് പറയുന്നത് April 28 മുതൽ May 3rd വരെ 2026 May 3rd വരെ നമുക്ക് ഇതിന്റെ എക്സാം ഡേറ്റ്സുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിന്റെ റിസൾട്ട് മെയ് ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ് അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്കോട് കൂടി കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ വിശ്വസ്ത പങ്കാളിയായ ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ നീറ്റിന്റെ ഈ ഒരു എക്സാമിനേഷൻ ഡയറക്ട്ലി നിങ്ങൾക്ക് ആ ഒരൊറ്റ ക്ലിക്കോട് കൂടി തന്നെ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ അതുപോലെ തന്നെ 360 എന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്യുകയോ ചെയ്യാം. ഞങ്ങളുടെ മെന്ററുമായി സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറക്ട്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.